ഇടിയപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ കിഴങ്ങ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനുവേണ്ടി 3 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറമേയുള്ള തൊലി ചീകിക്കളഞ്ഞതിന് ശേഷം രണ്ടാക്കി മുറിച്ച് പിന്നെ ഇതുപോലെ നേർത്ത കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഈ ഒരു അച്ചാർ നമുക്ക് വറ്റൽമുളക് വറുത്ത് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. 3 ഉരുളക്കിഴങ്ങും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. ആ സമയം ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം പുളി, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ അടപ്പ് മാറ്റി നോക്കുമ്പോൾ ഇതിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് നല്ലതുപോലെ പിഴിഞ്ഞ് ആ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇത് എണ്ണയിലിട്ട് അപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല. ഈ കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ. ഇത് ഇപ്പോൾ നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് കോരിയിട്ട് വറുത്തെടുക്കുക. അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുകയോ തീ കുറച്ച് വയ്ക്കുകയോ ചെയ്യണം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഈ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അച്ചാറിന് മൊത്തത്തിൽ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ അച്ചാർ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയം നേരത്തെ കുതിരാൻ വെച്ച പുളിവെള്ളം ഒരല്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾക്ക് അനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കിഴങ്ങച്ചാർ തയ്യാറായി കഴിയും.